എൻ്റെ മിസ്കാരേജിനും എക്ടോപിക് പ്രഗ്നൻസിക്കും ശേഷം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ദമ്പതികളുടെ ഇടയിൽ ആദ്യത്തെ പ്രഗ്നൻസി മിസ്കാരേജ് ആകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, പെണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, യൂട്രസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, PCOD ഉണ്ടോ, ഇതൊക്കെയാണ്. നമ്മളാണെങ്കിൽ പോലും ആദ്യം അന്വേഷിക്കുന്നത് നമുക്ക് എന്താണ് പ്രശ്നം എന്നായിരിക്കും. പൊതുസമൂഹത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും സ്ത്രീയുടെ ഭാഗത്തെ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കില്ല മിസ്കാരേജുകൾ ഉണ്ടാകുന്നത്. പുരുഷ ബീജത്തിനനുസരിച്ച്, അതായത് സ്പേമിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മിസ്കാരേജുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് കൂടാതെ തന്നെ സ്പേം കൗണ്ട് അല്ലെങ്കിൽ മറ്റ് റെക്ടൈൽ ഡിസ്ഫങ്ഷനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും പുരുഷന്റെ ഭാഗത്തു നിന്നും നമുക്ക് കൺസീവ് ആകാൻ താമസം ഉണ്ടായേക്കാം. നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ്, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീനുകൾ, ഉറക്കം, സ്ട്രെസ്, ഇതൊക്കെ തന്നെ സ്പേം ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച സമൂഹത്തിൽ നമ്മുടെ വീടിന് വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ പലപ്പോഴും ആണായാലും പെണ്ണായാലും നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ റുട്ടീനുകളും ആഹാരവും ഒക്കെ ശ്രദ്ധിക്കാൻ വിട്ടുപോയേക്കാം. ഇതുമൊക്കെ മിസ്കാരേജിനുള്ള കാരണങ്ങൾ ചിലതായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി ഒരു മിസ്കാരേജിലൂടെ കടന്നു പോയവരാണെങ്കിൽ, നമ്മൾ ഒരിക്കലും എൻ്റെ കുഞ്ഞ് നിന്റെ കുഞ്ഞെന്നല്ലല്ലോ പറയുന്നേ, നമ്മുടെ കുഞ്ഞെന്നല്ലേ പറയുന്നേ. അതുകൊണ്ട് നമ്മൾ, അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് ഒരു കുഞ്ഞിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത്. നിന്റെ കുഴപ്പം കൊണ്ടാ എൻ്റെ കുഴപ്പം കൊണ്ടാന്നൊന്നും പരസ്പരം പഴി ചാരാതെ ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണ്ട സാഹചര്യമാണെങ്കിൽ മറ്റുള്ളവരുടെ നാണക്കേടൊന്നും ചിന്തിക്കാതെ മുമ്പോട്ട് വരേണ്ടതാണ്. ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി പരിശ്രമിച്ചാണ് ഈ കുഞ്ഞിപ്പണി ഞങ്ങളുടെ കൈ വന്നത്.